ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അതായത് എൻ്റെ മാത്രമല്ല, ഇപ്പം എൻ്റെ പ്രേക്ഷകർ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ചേർത്ത് വെച്ച് ഞാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിഷ് ചെയ്യാൻ പോവാണേ. എന്നാന്നോ, നമ്മൾ ദിവസമൊക്കെ ഇഡ്ഡലിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പിള്ളേരുടെ മുഖമൊക്കെ പോകുന്ന പോക്ക് കണ്ടാൽ സത്യം പറഞ്ഞാൽ വെളുപ്പാങ്കാലത്തെ എണീറ്റ് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചേച്ച് ഈ മുഖവും കൂടെ കാണുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാമല്ലോ അല്ലേ. അത് പോട്ടെ, എന്നാൽ ഈ പറഞ്ഞ പോലെ എത്രയെന്നും പറഞ്ഞ് പിള്ളേരോടൊക്കെ അലയ്ക്കുമല്ലേ. പിന്നെ അമ്മമാരായ നമുക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ മക്കളോടൊക്കെ ഇച്ചിരി സ്നേഹം തോന്നും. അവരിച്ചിരി നിർബന്ധം പിടിക്കുമ്പോൾ ആദ്യം ഇച്ചിരി തല്ലും വഴക്കും ഒക്കെ കൊടുത്താലും ആ പോട്ട് മോനെ എന്നൊക്കെ പറയും അല്ലേ. അതേപോലെ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ചെയ്തേക്കുന്ന റെസിപ്പി എല്ലാം ആന്നേൽ പിള്ളേരുടെ ഇഷ്ടത്തിന് ഒന്നും നമ്മൾ ചെയ്തില്ല. ചെയ്തതെന്നാന്ന് വെച്ചാൽ ഫിഷ് ഫിംഗറും ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും പിള്ളേർക്കൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്നാന്നറിയാവോ, പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. ാക്കാൻ പോകുന്നതെന്നറിയാവോ, പാസ്ത ഇൻ റെഡ് ആൻഡ് വൈറ്റ് സോസ്. അത് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി എന്നാക്കിയാന്ന് അറിയണ്ടേ. ഫസ്റ്റ് നമുക്ക് കുറച്ച് പാല് വേണം. പാലെന്നത്തിനെന്നറിയോ, വൈറ്റ് സോസിന് വേണ്ടിയിട്ടാണ്. ഒരു കപ്പ് പാൽ, പിന്നെ കുറച്ച് ബട്ടർ, പിന്നെ ആണെങ്കിൽ ഒരു കപ്പ് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണേ. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി മതി. പിന്നെ ഒരു ഇച്ചിരി യെല്ലോ ക്യാപ്സിക്കം. ഇത് മസ്റ്റൊന്നും അല്ല, യെല്ലോയോ ഗ്രീനോ ഇപ്പം എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടി യെല്ലോയും കൂടെ അരിഞ്ഞതേ ഉള്ളൂ. മസ്റ്റല്ല, ഏതെങ്കിലും ഒരു കളേർഡ് ക്യാപ്സിക്കം മതി. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി മൈദായ. അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കുറുകാനുള്ളതാണ്, കുറച്ച് മൈദ. പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഇച്ചിരി മഷ്റൂം. ഇത് ബട്ടൺ മഷ്റൂമാണ്. ബട്ടൺ മഷ്റൂമാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ചിക്കൻ ഇല്ലേലും ഈ ബട്ടൺ മഷ്റൂം ഇടുവാന്നേലും ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമുക്കുണ്ടാവും. പിന്നെ കുറച്ച് ടൊമാറ്റോ പ്യൂരി. ഇത് ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, തക്കാളി എടുത്തേച്ച്, ഒരു 2 വലിയ തക്കാളി എടുത്തേച്ച് തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞേച്ച്, തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് ആർന്ന് വരുവേ. അന്നേരം ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞേച്ചും മിക്സിയിലിട്ട് അടിച്ചെടുത്തേച്ചാലും മതി. 2 തക്കാളിയുടെ. പിന്നെ ഇച്ചിരി കെച്ചപ്പ് വേണം, ടൊമാറ്റോ കെച്ചപ്പ് വേണം. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പച്ചയും മഞ്ഞയും ഇരുന്നുകൊണ്ട് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ വൈറ്റ് സോസിനകത്തോട്ട് ഒരു ഇച്ചിരി ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഒറിഗാനോ. ഇതെന്നാന്ന് വെച്ചാൽ പാഴ്സ്ലിയാ. അത് തനിയെ നമുക്കിവിടെ അതിൻ്റെ ഫ്രഷ് കിട്ടുമോയെന്ന് എനിക്കറിയാൻ മേല. ഫ്രഷ് കിട്ടുവാണെങ്കിൽ അത് മേടിച്ചോ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത്, ഉണക്കി പൊടിച്ചത് ടിന്നിൽ കിട്ടും, അത് മേടിച്ചാലും മതി. ഒരു ഇച്ചിരി ഇടാവുള്ളൂ, അതൊക്കെ ഒത്തിരി ഇടാനൊക്കെയില്ല, ഒരു ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ചീസ് 1 സ്പൂണോളം മതി. അതല്ല നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ അങ്ങനെ, ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുപോലെ മതി. ഇച്ചിരി ഉപ്പ് എന്നാ പറയുന്നത്, ടേസ്റ്റ് അനുസരിച്ച്. ഈ സോസിനൊക്കെ ഉപ്പുണ്ട്, അന്നേരം നോക്കിയും ഒക്കെ കണ്ടേച്ചേ ഉപ്പിടാവുള്ളൂ. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ പാസ്ത എന്നാ ഞാൻ ചെയ്തതെന്നറിയാവോ, ഇതിപ്പോൾ 1 കപ്പ് മതിയാവും. ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ ബൗളിൽ എടുത്തതേ ഉള്ളൂ. ഏത് ടൈപ്പ്, എന്നാ പറഞ്ഞ, ഏത് ഭാഷയിലാണെങ്കിലും ആ പാസ്ത കിട്ടും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് പാസ്ത കിട്ടും. അതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിളപ്പിച്ച് വേവിച്ച് ഇച്ചിരി ഊറ്റി, നമ്മൾ നൂഡിൽസൊക്കെ ചെയ്യുവല്ലേ, അതായത് നമ്മുടെ മറ്റ് നൂഡിൽസ് അല്ല, എഗ് നൂഡിൽസൊക്കെ ചെയ്യുന്ന പോലെ വേവിച്ചിട്ട് ഉപ്പ് ഇട്ട് വേവിച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് കഴുകി വെച്ചേക്കുന്നതാണ് ഇത്. അതിനകത്ത് അല്ലെങ്കിൽ ആ കഴുകിയില്ലെങ്കിലുണ്ടല്ലോ, അതിനകത്ത് ഇച്ചിരി പശയൊക്കെ ഇല്ലേ, അന്നേരം അതൊക്കെ ഒന്ന് ഒട്ടാതെയൊക്കെ ഇരിക്കും. അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന പാസ്തയ ഇത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാം, പാസ്ത ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കി വെക്കണം. വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എന്നാ പറഞ്ഞ, പാലും മൈദായും ബട്ടറും, ഇത്രയും മതി. അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ, ആദ്യം നമുക്കൊരു പാൻ എടുത്തേച്ച് ചൂടാക്കാം. പാൻ ചൂടാക്കിയിട്ടേ ഇതിനകത്തോട്ട് ഒരു 3 ക്യൂബ് ബട്ടർ ഇടുക. ഈ ബട്ടർ അങ്ങോട്ട് ഉരുകി കഴിയുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ, അത്രയും മതിയാവും.
എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ബട്ടറും മൈദായും ഇട്ടേക്കുക. ഇത് ഇച്ചിരി മൂക്കണം. എന്താ വെച്ചാൽ കരിഞ്ഞു പോകല്ല, എന്നാൽ നമുക്കറിയാമല്ലോ അതൊന്ന് മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം, അതുവരെ ഒന്നാക്കണം. ഇതൊരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ചേച്ച് എന്നാ ചെയ്യണമെന്നറിയോ? നമ്മുടെ പാലൊഴിക്കണം. പാൽ ഒഴിച്ചേച്ച് അതൊരിച്ചിരി നേരം എടുക്കും. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടിയിട്ട് പാല് പെട്ടെന്ന് കുറുക്കി എടുക്കരുത്. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നേരം കൊടുത്തേച്ച് വേണം വൈറ്റ് സോസ് ഉണ്ടാക്കാൻ. അത് ഇച്ചിരി നേരം കൊടുക്കുമ്പോഴത്തേന് എന്നാ അറിയോ ഗുണം? നമ്മൾ നേരത്തെ ഇട്ട മൈദ ഇച്ചിരി ഒന്ന് പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കട്ടിയായിട്ട് വരും. അന്നേരം അതിനെ ഒന്ന് ഉടച്ചുടച്ച് വേണം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ. ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തേക്കല്ലേ, മൈദയിലും ബട്ടറും കൂടെ മൂപ്പിച്ചേച്ച് പാൽ ഒഴിച്ചായിരുന്നേ. അന്നേരം ഈ പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരിയല്ലേ ആദ്യം ഒഴിക്കുന്നേ. അപ്പം ഈ കട്ടയൊന്നും ഉടഞ്ഞു വന്നില്ല എന്ന് നമുക്ക് തോന്നുവാന്നേൽ ഒരു ഇച്ചിരി പാലൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് എനിക്ക് ഇച്ചിരി ഒക്കുകയില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇപ്പം എൻ്റെ സോസ് ഇച്ചിരി ആയിട്ട് കുറുകി വരുന്നുണ്ടേ. കുറുകി വരുമ്പോഴത്തേന് ഞാൻ ഒരു ടീസ്പൂൺ കണക്കിന് ഒരു ഇച്ചിരി ചീസ് ഇട്ട് കൊടുക്കാൻ പോവാം. ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ ചീസ്. പാസ്തയുടെ വൈറ്റ് സോസ് ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഉണ്ടാക്കുമ്പോഴത്തേന് വൈറ്റ് സോസ് ഓർ റെഡ് സോസ് വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണം. ആ പറഞ്ഞ ഈ എന്നാ പറയുന്നത്, ഒരു ഇച്ചിരി കൺസിസ്റ്റൻസി മാത്രം, ഇച്ചിരി ഒരു ലൂസ് അല്ല എന്നാൽ തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് വാങ്ങി വെക്കണം. എന്നാന്നറിയോ, മൈദയല്ലേ, അന്നേരം ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒന്ന് തിക്കാവും. അത്രയും ഇതായിട്ട് ഉള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ വാങ്ങി വെച്ചേക്കണം. ഇപ്പോൾ ഏകദേശം എൻ്റെ സോസ് ഓൾമോസ്റ്റ് ഇതണ്ട ഇത്രയും കട്ടിയായി. ഇനി ഇത് ഇരുന്നൊന്ന് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവേ. ഇനി ഈ വൈറ്റ് സോസ് ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് ചീസ് ഞാൻ ചേർത്തേക്കുക. ചീസ് ചേർത്തുകൊണ്ട് നമ്മുടെ വൈറ്റ് സോസിന് ഒരു ഇച്ചിരി ഉപ്പ് കാണും. പിന്നെ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തേക്കുന്നത്, അന്നേരം അതിനകത്തും ഉപ്പ് കാണും. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു ശകലം ഉപ്പ് നമ്മുടെ മറ്റേ റെഡ് സോസും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം അതും കൂടെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇപ്പം ചേർക്കണ്ട. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് എന്നാ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റെഡ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി പാൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് കട്ടയായിപ്പോൾ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ബട്ടർ പാനിനകത്ത്. ഇതിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വഴറ്റാനുള്ളതാണ്. അന്നേരം ഒരു 4-5 ക്യൂബ് ബട്ടറിനകത്തിടാം. ഇനി ബട്ടർ നല്ലതായിട്ട് ഉരിയില്ലേ, ഇനി ഇതിനകത്തോട്ട് ഒരു കപ്പോളം സവാള അരിഞ്ഞതിനകത്ത് ഇടണേ. ഇത് ഇച്ചിരി നേരം ഒന്ന് വഴറ്റണം. ഒത്തിരി അല്ല, എന്നാൽ പാസ്തയ്ക്കൊന്നും ഓവർ കുക്കായിട്ടൊന്നും നമ്മൾ ചെയ്യുകയില്ല. ഒരു എന്നാ പറയുന്ന ഒരു വാടി അതിൻ്റെ ആ കമർപ്പൊക്കെ ഒന്ന് പോവുകയല്ലേ, അത്രയും മാത്രം മതി. ഈ ഉള്ളി ഒന്ന് വേവുന്ന സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് തീരാവുന്നതേ ഉള്ളേ. എനിക്കൊരു കുഞ്ഞു ബ്രേക്ക് തന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളി ഒത്തിരി വഴറ്റിയില്ല, ഒരു വഴറ്റിയേച്ച് ഇച്ചിരി ബ്രൗണും ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് ഇതിനകത്തോട്ട് ചേർക്കണം. ടീസ്പൂൺ കണക്കാന്നേ, ഒരു ഇച്ചിരി മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് ക്യാപ്സിക്കം. ഇനിയെല്ലാം പടപടാവേ. ഒരു ഇച്ചിരി ക്യാപ്സിക്കമേ ഇടുന്നുള്ളൂ, ഇച്ചിരി കളർഫുൾ ആവാനായിട്ടാണ്. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി പച്ച ക്യാപ്സിക്കം എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടി ഇടുക.
ഈ ഇതേപോലെ അരിയണം എന്നൊന്നുമില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം. സ്ട്രൈപ്പ് എന്തായാലും വേണ്ട. ഇച്ചിരി ക്യാരറ്റ്, കുറച്ച് മഷ്റൂം, പിന്നെ ഇതിനകത്തോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിക്കാം. അതായത് 2 വലിയ ഒരു തക്കാളിയുടെ വരും. ഒരു 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അതിനെ അങ്ങോട്ട് ഇച്ചിരി നല്ലതായിട്ട് ഇളക്കി വെച്ചു. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒറിഗാനോ, ഒരു 1/2 ടീസ്പൂൺ ഓഫ് ഒറിഗാനോ. പാർസ്ലേ ലീവ്സ് കിട്ടുവാണെങ്കിൽ ഡയറക്റ്റ് അത് തന്നെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ കിട്ടും. അതായാലും ഒരു പിഞ്ച് ഇട്ടേച്ചാൽ മതി. ലീഫ് ആണെങ്കിൽ 1-2 ലീഫ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയുന്നത് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടണം. ഒരു ഇച്ചിരി മല്ലിയില. നമുക്കിപ്പോൾ ചേർക്കേണ്ട ഹെർബ്സും അത് എല്ലാം ചേർത്തേക്കുക. ഈ സമയത്താണ് ഇച്ചിരി ഉപ്പ് എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കൂട്ട് എന്നാ പറയുന്നത്, ഒത്തിരി സോസിലൊക്കെ ഉപ്പുള്ളതല്ലേ, അന്നേരം ഒത്തിരി ഒന്നും ഇടരുത്. നമ്മുടെ ഈ അമ്മമാരൊക്കെ ഇടുന്ന കൂട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യല്ലേ, അന്ന് പറഞ്ഞ പോലെ ഉപ്പിട്ടേച്ചാൽ മതി. ഇതെല്ലാം ചേർത്തേക്കുക. ഇനി ഒരു ഇച്ചിരി പച്ചക്കറി ഒന്ന് വേവാനായിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി. ഇതിനകത്തോട്ട് ഒരു സ്പൂൺ, നേരത്തെ നമ്മൾ വൈറ്റ് സോസിന് ഇട്ട പോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ചീസും കൂടി ഇതിനകത്തോട്ട് ഇടണം. ഞാൻ ഒഴിച്ചേക്കുന്ന എൻ്റെ എന്നാ പറയുന്നത് ആ വെള്ളം എല്ലാം വറ്റിയേ. ഇനിയാന്നു ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ വൈറ്റ് സോസ് ചേർക്കാൻ പോകുന്നത്. വൈറ്റ് സോസ് ചേർക്കുന്നതിന് മുന്നേ ഒരു പൊടിക്ക്, ഈ സോസിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു പൊടിക്ക് ഇച്ചിരി ഒരു കുരുമുളക് പൊടി ഇടുക. ഒരു പിഞ്ച്, അത്രയും മതി. വൈറ്റ് സോസ് തനിയെ ഉണ്ടാക്കി വെച്ച് പാസ്ത ഇടുവാണെങ്കിൽ കുരുമുളക് പൊടി വേണം. അതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുവാന്നേൽ വേണ്ട. ഇതിപ്പോൾ ഏകദേശം ഡ്രൈ ആയി. ഇതിപ്പോൾ ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ ഞാൻ ഇടാൻ പോവാ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഗ്രീൻ എഫക്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഇടുന്ന കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചേക്കുന്ന ആ വെള്ളമെല്ലാം വറ്റി എൻ്റെ എന്നാ പറയുന്നത് ആ ഇട്ടേക്കുന്ന വെജിറ്റബിൾ ഒന്ന് വെന്തതേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പാസ്തയ്ക്ക് ഉണ്ടല്ലോ ഒരു ഇച്ചിരി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടിക്കണം, അതാണ് ആ പാസ്തയുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേവ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് സോസ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തോട്ട് ബാക്കിയും കൂടെ ചേർക്കുക. കുറേശ്ശെ ചേർത്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ അഥവാ നമുക്കിപ്പം സോസ് ഒഴിച്ചേച്ച് അത് തിക്കാന്ന് ഫീൽ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ പിന്നെ പാല് ചേർക്കാൻ നിൽക്കരുത്, ചിലപ്പോൾ പിരിഞ്ഞു പോയെന്നിരിക്കും. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മുടെ പാസ്ത അങ്ങ് ചേർത്തേച്ചാൽ മതി. ഈ സോസിന് വേണ്ടിയ എത്ര പാസ്ത എന്ന് വെച്ചാൽ അത്രയും ചേർത്തേച്ചാൽ മതി. തീ നല്ല സിമ്മാക്കി വെച്ചേക്കുക. പാസ്ത ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാ.
ഇന്നിപ്പോൾ പാസ്ത ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം വിചാരിക്കും ഇന്ന് നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റ് ഏതെങ്കിലും ഒരു കുഞ്ഞു കൊച്ചായിരിക്കും എന്നേ. പക്ഷേ അല്ല കേട്ടോ, ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാമോ? നമ്മുടെ ടെലിവിഷനിലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഞാൻ പറയും. ഇന്ന് വരാൻ പോകുന്നത് ശരത്തും വൈഫുമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ശരത്തിന് ചോദിച്ചപ്പോഴത്തേനും ഏറ്റവും ഇഷ്ടം പാസ്തയ ഇഷ്ടമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ തന്നെ അറിയാം, ചൂടോടെ നമുക്കൊരു കാസറോളിലാക്കി ഓവനിലേക്ക് വെക്കാം. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഇരുന്ന് പോയാൽ ഒക്കുകയില്ല. ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓറഞ്ച് ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്കാണ്. പക്ഷെ അതിന് ഒത്തിരി ജോലിയൊന്നുമില്ല കേട്ടോ, ഒരു ഇച്ചിരി ജോലിയേ ഉള്ളൂ. നമ്മുടെ പാസ്തയുടെ കൂടെ എപ്പോഴും സെർവ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഗാർലിക് ബ്രെഡാണ്. ഈ ഗാർലിക് ബ്രെഡൊക്കെ നമ്മൾ എടുത്ത് വെച്ചാലും പിള്ളേർ തിന്നുകയില്ല. പക്ഷെ എന്നാലും ഒരു ചുമ്മാ രസത്തിന് അതും കൂടെ വെച്ചേക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓറഞ്ച് ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു ഡ്രിങ്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിന് വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. നമ്മുടെ ഈ ഓറഞ്ച് ക്രഷ്, അതായത് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് അത് വേണം. പിന്നെ കുറച്ച് ഓറഞ്ച് ക്രഷായത് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായത് ഓറഞ്ചിൻ്റെ. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വാനില ഐസ്ക്രീം, അതൊരു ഒരാൾക്ക് കണക്കാക്കുകയാണെങ്കിൽ 2 സ്കൂപ്പ്, അതാ കണക്ക്. ഓറഞ്ച് വാനില ഐസ്ക്രീം 2 സ്കൂപ്പ് ആണെങ്കിൽ ഓറഞ്ച് ക്രഷ് 2 ടേബിൾ സ്പൂൺ, ഇത് മതി. പിന്നെ ഇച്ചിരി സോഡ വേണം, ക്ലബ് സോഡ വേണം. പിന്നെ ഏതെങ്കിലും ഒരു ഓറഞ്ച് ഫ്ലേവേർഡ് ഡ്രിങ്ക്. ഇതിനി എങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ ഏറ്റവും എളുപ്പമാട്ടോ. ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് മതി. അതല്ല പെട്ടെന്ന് കൈവാക്ക് നമുക്ക് മിക്സിയല്ലേ ഒക്കത്തുള്ളൂ. നേരെ മിക്സിയിൽ കാണിക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീം. നല്ലതായിട്ട്, അതായത് ആ വാനില ഐസ്ക്രീമും ആ ഓറഞ്ച് ക്രഷും കൂടെ നല്ലതായിട്ട് മിക്സ് ആകുമ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെ ആവും അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് എന്നാ ചെയ്യണം, ഇത് പ്രസൻറ്റ് ചെയ്യാൻ ഒരു ഗ്ലാസ് എടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ജ്യൂസ് ഏകദേശം ഒരു അര അല്ലെങ്കിൽ ഒരു കാലിന്ന് ഒരു ഇച്ചിരിയും കൂടി, ഇതിൻ്റെ മേലിലോട്ട് ഒരു ഇച്ചിരി ഈ ഓറഞ്ച് ഡ്രിങ്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലോട്ട് ഇച്ചിരി ഓറഞ്ച് ക്ലബ് സോഡയും കൂടെ ഒഴിച്ച് വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് ഫാൻറ്റസി എന്ന് പറയുന്ന ഡ്രിങ്ക്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ എന്നേലുമൊക്കെ വേണ്ടേ? എൻ്റെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കട്ടെ. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ 1-2 കഷ്ണം മുന്തിരിങ്ങയോ ഓറഞ്ചോ എന്നേലും ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വരാം. ചുമ്മാ ഇങ്ങനെ കൊടുത്താൽ ഒക്കെയല്ലേ അല്ലേ? നല്ലതായിട്ടൊരു പ്രസൻറ്റേഷൻ വേണ്ടേ? നോക്കട്ടെ. കഷ്ടിച്ച് 2 മുന്തിരിങ്ങയും 2 ഏതാണ്ടൊക്കെ ഒരു ഓറഞ്ചിൻ്റെ ഇതളും ഉണ്ട്. ഇതിനകത്ത് എന്നാ ചെയ്യാൻ പറ്റും എന്നറിയാമല്ലേ? ഇത് ചുമ്മാ കൊണ്ട് കുത്തി വെക്കാനും ഒക്കുകയില്ല. ഇനിയിപ്പോൾ ഈർക്കിലൊന്നും എടുക്കാൻ പോകാൻ നേരമൊന്നുമില്ല. മോശമല്ലേ ഈർക്കിലൊക്കെ വെക്കുന്നത്? ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കാണും, അത് നോക്കട്ടെ. വലിയ ബഹളമൊന്നും ഇല്ല കേട്ടോ, ഇച്ചിരിയൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അതേണ്ട ഇത് താഴോട്ട് പോയി. ആ പോട്ടെ, കുഴപ്പമില്ല. എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം, കൊടുക്കാൻ നേരം നമുക്ക് അതിനൊന്ന് ശരിക്കും നൂത്തൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചോട്ടെ. അതെ അതെ അതെ, നമസ്കാരം.
നമസ്തേ നമസ്തേ. ഞാൻ ഫ്രിഡ്ജ് വെക്കട്ടെ? വേണ്ട വേണ്ട, ആണോ? തണുപ്പ് പാടില്ല. തണുത്ത് കുടിച്ചൂടെ? പാട്ട് പഠിക്കുന്നുണ്ട്? പാട്ടല്ല, ഞാൻ ഡബ്ബിങ്ങും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഡബ്ബിങ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പം വരുമോ? ചൂടുവെള്ളം കുടിച്ചാ പോരെ? വെക്കട്ടെ? ഇത് മതി. ഇത് 2 ജ്യൂസ് ഉണ്ട്. എവിടെ? സോറി, ഞാൻ എല്ലാവരോടും കൂടി ഒരു സോറി പറയാനാ വന്നത്. സോറി പറയാനാണോ വന്നേ? തീർച്ചയായിട്ടും. എന്താ പറയുക, കാര്യം പറയാം, കേൾക്കണം. നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കണ്ടേ എല്ലാ കാര്യങ്ങളും. നമ്മുടെ വാമഭാഗം ഇന്ന് വരാനിരുന്നതാണ്, പിന്നെ പക്ഷേ അത്യാവശ്യമായിട്ട് കുട്ടിക്ക് വയ്യാതെയായി. മൂത്ത ആൾക്ക് പനി, അത് രണ്ടാമത്തെ ആൾക്കായി അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പൊ പനിയായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവൾ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് പ്രത്യേകം ഒരു സോറി മഞ്ജുവിൻ്റെയും പിള്ളേരുടെയും വക ഒരു സോറി. ആനിയെയും ഹോൾ അമൃത പ്രേക്ഷകരോടും ഞാൻ താങ്ക് യു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇത് സോറി വരവ് വെച്ചേക്കുവാ. കാര്യം എന്താണെന്നറിയോ, ഭാര്യയുടെ എക്സ്ക്യൂസ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ പറയല, കുഞ്ഞിന്റെ കാര്യം ആയതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ്, അതറിയാം. പക്വമതിയായ ഒരു മാതാവ് കൂടിയാണല്ലോ താങ്കൾ. അതുകൊണ്ട് തുന്നല് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. വളരെ നല്ല രസമായിട്ട് നമ്മൾ അത് ഈ പല്ലുകുത്തിയുടെ ഇടയിൽ കൂടെ ഇതൊക്കെ കേട്ടില്ലേ. ഞങ്ങൾ ഈ പറഞ്ഞ കൂട്ട് ഞങ്ങളുടെ കയ്യിൽ എന്നതാ ഉള്ളേന്ന് വെച്ചാ അത് വെച്ച് ഓണമാക്കുന്ന പരിപാടിയാണ്. അത്രയാണ് നമ്മുടെ എല്ലാവരുടെയും അതാണ് വേണ്ടത്. എന്നാ പിന്നെ തണുപ്പിക്കണമെങ്കിൽ ഇപ്പൊ തരട്ടെ? തീർച്ചയായിട്ടും, താങ്ക് യു. അപ്പൊ ഇത് മഞ്ജുവിന് പകരം കുടിച്ചോളൂ. ഞാനല്ല, പിന്നെന്താ, ഞാനൊരു കമ്പനി തരാം, നോ പ്രോബ്ലം. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാസ്ത എന്നത്തിനാ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു കുഞ്ഞിനായിരിക്കും ഈ പറഞ്ഞേക്കുന്നത്. അല്ലല്ല, എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ഈ പാസ്ത. അപ്പോ അത് വീട്ടിൽ സ്ഥിരം പാസ്തയാ? അല്ല, ഞാൻ പറയും, അവള് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പിള്ളേർക്കും ഇഷ്ടമാണ്. നമ്മൾ അപ്പൊ പിള്ളേർക്ക് കൂടി ഉണ്ടാക്കുമ്പോൾ അവരുടെ കൂടി വാരി എടുത്ത് തിന്നാൻ എനിക്ക് ഭയങ്കര. ഇപ്പോഴും ശരത്ത് മെച്ചൂർഡായില്ലേ? ശരത്തെ പോരാ, തോന്നുന്നുണ്ട്. എന്തായാലും ശരത്ത്, ഇത് ഒരു കാര്യമാണ്, നമ്മളൊക്കെ എനിക്കൊന്ന് ഫ്രൈഡില് നോക്കട്ടെ. ഞാൻ വർത്താനം മിണ്ടാതിരിക്കാൻ ഇത് വന്നിട്ടേ ഇത് കുറിച്ചോളൂ. ഒരു പുതിയ പരീക്ഷണ ശരത്ത്. എന്ത് ശരത്ത്, അതിന് ഒരു കുഴപ്പമില്ല പിടിക്കണോ? ഇത്ര ഉണ്ടായിരുന്നു ദേവേ. ഇതേ എന്റെ ഒരു പരീക്ഷണ സാധനമാണ്. ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ ഇവിടെ പല ജ്യൂസസ് പരീക്ഷിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരോട് പരീക്ഷിക്കാറുണ്ട്. ഞാൻ കാണാറുണ്ട്, ചില എപ്പിസോഡ്സ് നന്നായിട്ടുണ്ട്. നല്ല താങ്ക് യു, സൂപ്പർ കേട്ടോ. അയ്യോ, നല്ല സ്വാദ് കേട്ടോ, തമാശ പറയല്ല, സീരിയസ് ആയിട്ട്. ഞാൻ ഈ പ്രോഗ്രാം കാണുമ്പോഴേ ഞാൻ വിചാരിക്കുന്ന ചെറിയ വിചാരിച്ചത്, പക്ഷെ അതല്ല. ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ വരുന്ന ഗസ്റ്റിന് അത്രയും നല്ല ഫുഡ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്തേച്ചാ തരുന്നേ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ പ്രേക്ഷകരോടൊന്ന് പറയട്ടെ, വളരെ രസകരമായിട്ട് ഈ പ്രോഗ്രാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം നസീർക്കയുടെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. അതെന്താണെന്നറിയാവോ, ഈ ഇതൊന്നും മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള ഈ മറ്റേ ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് ചായ കുടിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവത്തില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് അത്ഭുതമാണ്. സത്യം പറഞ്ഞാൽ എന്നാന്നോ ശരത്തെ, ഇവിടെ ഞാൻ ശരിക്കും ആർട്ടിഫിഷ്യൽ ആവുന്നില്ല. ഇത് ഞാൻ എന്നതാന്നോ അതാ ഞാനും എൻ്റെ പ്രേക്ഷകരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി. എനിക്ക് അവരോടൊരു മറയോടുകൂടി വർത്തമാനം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അവർ ഈ പറഞ്ഞ കൂട്ടി ഈ 18 കൊല്ലം കഴിഞ്ഞേച്ച് ഞാൻ ഇവരുടെ ഇടയിൽ വരുമ്പം അവരെന്നെ അത്ര നല്ലതായിട്ട് സ്വീകരിക്കുമ്പോഴത്തേനെ എനിക്ക് അവരോട് എന്നത്തിനാ അല്ലെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി വേണ്ട. ഇവിടെ ഞാനും പ്രേക്ഷകരും തമ്മിൽ സ്ക്രീനിന് ഒരു മീഡിയം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞ ഈ മിനി സ്ക്രീനിലെ ഈ ഒരു സുന്ദരനായ ഒരു നടനെ കുറിച്ച് പൊക്കുക എന്ന് പറയുന്നതല്ല, ഉള്ള കാര്യം പറഞ്ഞേക്കാം. പക്ഷെ ഇതിൽ കുറച്ച് കഴിയുമ്പോൾ ശരത്തിന് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. സുന്ദരനായ ഒരു നടനാണ്, ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഇല്ല ഉണ്ട് ശരത്തെ, ശരത്തിന് അതങ്ങോട്ട് താങ്ങുന്നില്ല കേട്ടോ. പക്ഷെ നമുക്കത് അംഗീകരിച്ചു കൊടുത്താലേ ഒക്കത്തുള്ളൂ. ഉള്ളതാ ഫാക്ട്. നമ്മൾ എപ്പോഴായാലും പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ശരിക്കും. ആണോ ഇതിനെ എന്നാ പറയാ, ഇതിനെപ്പറ്റി കൂടുതൽ പറയണം എന്നുണ്ടെങ്കിൽ ശരത്തിന്റെ പാസ്ത തണുത്തു പോയാൽ കൊള്ളുകയല്ലേ അല്ലേ ശരത്തെ? പാസ്ത ഞാൻ എപ്പോഴും പറയല്ലേ, ഞാൻ തരാം ആ ജ്യൂസ് പോലെ പ്ലീസ്. അപ്പൊ എന്താന്ന് വെച്ചാല് അതിനാന്ന് വെച്ചാൽ ചൂടോടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറയല്ലേ, ചൂടോടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പാസ്ത കൊള്ളുകയല്ല. നമുക്ക് ചൂടായിട്ട് അത് കഴിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് വിശേഷവും പറയണം, നമുക്ക് ഇരുന്ന് വർത്താനം പറയാം. ഓക്കെ, ബൈ. മഞ്ജു വരാൻ വലിയ മോശമായി പോയിട്ട് എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. പിന്നെ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് ഞാൻ ഒന്നും വരാതെ ഇനി പറയുന്നില്ല. ആക്ച്വലി വയ്യെങ്കിൽ അവൾക്ക് വരാൻ, കുഞ്ഞിന് വരാൻ താല്പര്യമായിരുന്നു. ശരിക്കും ഞാൻ വിചാരിച്ചു പാസ്ത എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിന്റെ സ്വാദായിരിക്കും. കഴിക്കത്തില്ല, അവൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആർത്തി ഉണ്ടാവുമല്ലോ, പിന്നെ വായിൽ വെച്ചിട്ട് സ്വാദ് ഇഷ്ടമല്ല. ഇപ്പം മനസ്സിലാവത്തില്ലല്ലോ വയ്യാതിരിക്കുന്നുണ്ടേ. ശരിയാ, ടേസ്റ്റ് ബഡ്സ് ഒന്നും ഇല്ലാതെ. എന്നാ പനി മഴയൊന്നും ഇല്ലല്ലോ. പിന്നെ അതായത് ഇതൊരു സർക്കിളാണ്. അതായത് സ്കൂളിൽ മൂത്ത ആള് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വേദ. അപ്പോൾ അവള് സ്കൂളിൽ നിന്ന് ഇതേപോലെ എന്തെങ്കിലും അസുഖം കൊണ്ടുവരും വീട്ടിൽ, അത് ഇളയാൾക്ക് കൊടുക്കും.
എന്നിട്ട് അവർ രണ്ടുപേരും കൂടി എനിക്കാണ് തരാറുള്ളത്. വെരി ഗുഡ്. ഞാനത് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും. ഇത്ര തുറന്ന മനസ്സുള്ള കുടുംബമാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. നമ്മൾ എന്ത് നമുക്ക് നന്മ കിട്ടിയാലും ഇങ്ങനെ ഷെയർ ചെയ്യണം. പൈസയോ? പൈസയുടെ പിന്നാലെ പോയ ആൾക്കാരൊക്കെ ചീത്തയായിട്ടുണ്ട്. അതെ, അതുകൊണ്ട് അത് ശരിയല്ല. പനി ജലദോഷം എന്നൊക്കെ പറയുമ്പോൾ പൈസയുടെ പുറകെ പോവാറില്ല, പക്ഷെ കിട്ടിയാ അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ട് പെൺകുട്ടികൾ നന്മ മനസ്സ് വരുമോ? അപ്പൊ ആ മനസ്സുണ്ട്, അതൊരു സൈഡിൽ നമുക്ക് വിഷയം മാറ്റാം, നമുക്ക് പാസ്തയിലേക്ക് വരും. എന്തായാലും മഞ്ജുവിനോട് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയണേ ശരത്ത്. എന്നാന്നോ, കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ പാചകമൊക്കെ പഠിച്ചു വന്നില്ലേ, അതായത് ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ്, അതായത് പനീർ, മഷ്റൂംസ് ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ മഞ്ജു ഒരു മാഗസിനിൽ പനീർ ബട്ടർ മസാല ചെയ്ത് കൊടുത്തില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ പനീറിനോടുള്ള പരീക്ഷണം തുടങ്ങിയത്. അതൊക്കെ പറയുന്നതല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല മഞ്ജു, ഞാൻ പറഞ്ഞു ശരിക്കും. മഞ്ജുവിനോടായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം അതെന്ന് വെച്ചാൽ പനീർ ബട്ടർ മസാല ശരിക്കും ഞാൻ തുടക്കം ഇടുന്നത് മഞ്ജു പറഞ്ഞ ആ റെസിപ്പിന്നാ. പക്ഷെ ഇപ്പൊ ഞാൻ ഒത്തിരി അതിൽ നിന്ന് മാറി ഒരു ആനീസ് ടച്ചൊക്കെ വന്നു, അത് ശരിയാ. പക്ഷെ ഒരു ഗുരുത്വം വന്ന രീതിയിൽ ഞാൻ മഞ്ജുവിനോട് സ്പെഷ്യൽ താങ്ക്സ് പറയട്ടെ. ശരിക്കും വരുമ്പോ എനിക്കൊന്ന് ശരിക്കും ഒരു താങ്ക്സ് പറയണമെന്നുണ്ട്. എന്റെ വക പറഞ്ഞേക്കണം. മഞ്ജു എന്തായാലും നേരിട്ട് കേട്ടെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഇപ്പം ഏത് പ്രോജക്റ്റാ ചെയ്യുന്നത്? ഇപ്പോ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധി വാൽമീകം, അതിൽ ജയസൂര്യയുടെ കൂടെ ഒരു കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ടീവ് റോളാണ്. രഞ്ജിത്ത് ശങ്കർ. അപ്പോൾ കുഴപ്പമില്ല, നല്ലോണം ഓടി, ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയൽസ്, 2 സീരിയൽസ് ആണ്. ഒന്ന് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു സീരിയൽ, ദെൻ നമ്മുടെ TS സജി, അദ്ദേഹം ഡയറക്ട് ചെയ്യുന്ന സീരിയൽ. എനിക്ക് തോന്നുന്നു ഞാനും ശരത്തും ഒക്കെ ഏകദേശം ഒരേ ഇയറിലാണോ വന്നേ? അല്ല, ഞാനത് ചോദിക്കാനിരിക്കായിരുന്നു. അല്ല, ഞാനിപ്പോ ചേച്ചിന്ന് വിളിക്കണോ അതോ എന്തോന്ന് വിളിക്കാം? ചേച്ചിന്ന് വിളിക്കണോ? ആ അല്ല, ഞാൻ നോക്കുമ്പോ ജൂലൈ 23rd അല്ലേ? അതെ, ജൂലൈ 23rd. ശരത്തോ? ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ പ്രേക്ഷകർ പറയണം, ഇപ്പൊ 1 മണിക്കൂറാണെങ്കിലും അരമണിക്കൂർ കൂടുതലാണെങ്കിലും പിന്നെ ചേച്ചിന്ന് തന്നെ വിളിച്ചേ ഒക്കത്തുള്ളൂ. എന്തായാലും ഒരു കാര്യം ശരത്തെ ഉറപ്പാണ്, എന്റെ ഇയർ പറഞ്ഞില്ലല്ലോ. അപ്പൊ ശരത്തിന്റെ വയസ്സും എന്റെ വയസ്സും നാട്ടുകാർക്ക് അറിയാൻ മേല. ഇപ്പൊ ചേച്ചിയാണോ അനിയനാണെന്ന് അറിയാൻ മേല, ഡേറ്റ് മാത്രമേ അറിയത്തുള്ളൂ. ആരോടും പറയരുതെന്ന്, വയസ്സും ശമ്പളവും അത് ആരോടും പറയരുത്. അതെ, ഒരു പുതിയ ലോ വന്നിട്ടുണ്ട്, സർക്കാർ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ അംഗീകരിക്കേണ്ട ആൾക്കാരാണ്. അതെ, അതാ നല്ലത്. ശരിയാ. പിന്നെ കുടുംബ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. മഞ്ജു വീട്ടില് ഹൗസ് വൈഫ് ആണ്. അവള് ഓഡിയോളജിസ്റ്റ് ആണ്, കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. അമ്മയുണ്ട്, സരസ്വതി ഹരിദാസ്. പിന്നെ അച്ഛൻ മരിച്ചു, ഹരിദാസ്. അച്ഛൻ കൂടെയുണ്ട്. പിന്നെ അനിയനുണ്ട്, അനിയൻ കൂടെ തന്നെയുണ്ട്. ആള് ഇവിടെ ഷെയർ ട്രേഡിംഗ് ആണ്. ഇടയ്ക്ക് എന്റെ കൂടെ സീരിയലിൽ അഭിനയിക്കുകയും ചെയ്യും. ഹരിത് എന്നാണ് പേര്. ആദ്യം ഞാനൊക്കെ വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, മെന്നങ്ങളിനെ ഇന്റർവ്യൂ ചെയ്ത എങ്ങനെയാ വന്നത്? അത് ഇതേപോലെ നമുക്ക് ചിലരുടെ ഓരോ നിയോഗമാണ്. അപ്പം അച്ഛൻ കഥകളി പാട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അച്ഛൻ TV പാടുന്നത് കണ്ടിട്ട് നമുക്ക് നമ്പൂരി മാഷായിട്ട് റിലേഷൻ ഉണ്ട്. അച്ഛൻ നല്ല ബന്ധമാണ്. അതും കൂടാതെ തന്നെ അപ്പോൾ അങ്ങനെ അച്ഛനെയാണ് ആ സിനിമയിലേക്ക്, സ്വം എന്നുള്ള ചലച്ചിത്രത്തിലേക്ക് ഷാജി എൻ കരുൺ സാറ് വിളിക്കുന്നത്. ഈ പണ്ടത്തെയൊക്കെ ഒരു രീതി വെച്ചാൽ കഥ വായിച്ചു കഴിഞ്ഞാൽ വരയ്ക്കും, ക്യാരക്ടേഴ്സിനെ വരയ്ക്കും. അപ്പോൾ നമ്പൂരി മാഷ് വരച്ച കഥാപാത്രങ്ങളോട് യോജിച്ച് നിൽക്കുന്ന 2 പേരായിരുന്നു എൻ്റെ അച്ഛനും എൻ്റെ കഥാപാത്രവും. അപ്പോൾ അങ്ങനെ. അല്ല, ഷാത്തിനപ്പം നേരിട്ട് കണ്ടിട്ടുണ്ടോ? അദ്ദേഹം കണ്ടിട്ടില്ല. പിന്നെ ആ വരയിൽ സിമിലാരിറ്റി വന്നു. അപ്പോൾ അച്ഛനെ സെലക്ട് ചെയ്തു. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ എടുക്കാൻ വന്ന ഫോട്ടോഗ്രാഫർ എന്നെ കണ്ടു, എൻ്റെ ഫോട്ടോ എടുത്തു. ഇത് രണ്ടും വരച്ചതിന് ശേഷമാണോ ഫോട്ടോഗ്രാഫർ വരുന്നത്? ഫോട്ടോഗ്രാഫർ അപ്പം ഈ ഫോട്ടോ വരച്ചത് കണ്ടു. എന്നിട്ട് അപ്പം നമ്പൂരി മാഷ് പറഞ്ഞു, ഇത് എനിക്ക് വളരെ അടുത്ത് ഹരിദാസന്റെ ഛായയുണ്ട് ഞാൻ വരച്ചത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോഗ്രാഫർ നമ്മുടെ വീട്ടിൽ വന്നതാ. അപ്പോൾ അന്ന് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം. പൈസ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതിനുശേഷം അപ്പോൾ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഇങ്ങനെ മകൻ്റെ കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ, എന്നാൽ മകൻ്റെയും കൂടി ഫോട്ടോ എടുത്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും കൂടി അച്ഛനും മകനുമായിട്ടാണ് സിനിമയിൽ. സത്യമല്ലേ? അത് ഒരു ലക്ക് തന്നെയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ശരത്തിന് അപ്പോൾ ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ? അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ കഥകളി എനിക്ക് അറിയാം, കഥകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു എൻ്റെ ഒരു മൃദംഗം, വയലിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, പാട്ടറിയാം, പാട്ട് പാടാൻ അധികം അറിയില്ല. ഇല്ല, പറ്റൂ ശരത്ത്, പാടാൻ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു നിയമം ഉണ്ട്, അറിയോ? പാടാൻ അറിയാവുന്നവർ പാടാതെ ഈ അടുക്കളയുടെ പുറത്ത് പോകല.
അതൊരു ഭീഷണി സ്വരമാണ്. പാസ്ത വേണമെങ്കിലും പാടണം. അവസാനം പാസ്ത തിന്നേച്ച് പറയാം പാസ്ത തൊണ്ടേ കുടുങ്ങി അവസാനം പാട്ട് വരുന്നില്ല. തരുന്നതിന് മുന്നേ പാസ്ത. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പാടും. ഇപ്പോഴോ? ഓ ശരത്തെ പ്ലീസ്, അതിന്റെ ഒരു എനർജി കളയരുത് പ്ലീസ്. ഇപ്പൊ ഏത് പാട്ട്? ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് പാടിയല്ലോ. ഒരു കുഴപ്പമില്ല, നാടൻ പാട്ട്. പിന്നെ കാവുങ്ങാട്ടെ അമ്പലത്തില് പാട്ടല്ലോടി കേക്കണത്, നേരം വെളുത്തടി പെണ്ണേ കട്ടൻ തിളപ്പിക്ക് പുന്നാരെ, കട്ടൻ തിളപ്പിക്ക് പുന്നാരെ. കാവുങ്ങാട്ടെ അമ്പലത്തില് പാട്ടല്ലോടി കേക്കണത്, നേരം വെളുത്തടി പെണ്ണേ കട്ടൻ തിളപ്പിക്ക് പുന്നാരെ, കട്ടൻ തിളപ്പിക്ക് പുന്നാരെ. ഉഴുതു മറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിതക്കേണ്ടേ, വിത്തു വിതച്ചാലേ പെണ്ണേ ഞാറ് മുളയ്ക്കുള്ളൂ. ഞാറു കണ്ടത്തിലിറങ്ങി പുല്ലു പറിക്കേണ്ടേ, പുല്ലു പറിച്ചാലേ പെണ്ണേ നെല്ല് വളരുള്ളൂ. ഇതുപോലെ പാസ്ത വേണോ? ചൂടോടെ തരട്ടെ ഞാൻ, ഇല്ലെങ്കിൽ ആ ചൂട് പോയി കഴിഞ്ഞാൽ കൊള്ളുകയല്ല. പിന്നെ ഈ പറഞ്ഞ കൊണ്ട് എന്റെ ഉള്ള ഇംപ്രഷനും എല്ലാം കൂടെ ശരത്ത് നശിപ്പിച്ച് തരും. വിത്ത് ഗാർലിക് ബ്രെഡ് ആണ് പാസ്ത കഴിക്കണ്ടേ, അറിയാവോ? അത് അറിയത്തില്ല, എനിക്കറിയാം. പാസ്ത മാത്രമേ തിന്നത്തുള്ളൂ. പാസ്ത കിട്ടി കഴിഞ്ഞാൽ സത്യം ബ്രെഡ്, അതിന്റെ കൂടെ മറ്റെന്താന്ന് എന്റെ ഒരു സാധനം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല. ഞാനും പിള്ളേരും അത് വാരി തിന്നിട്ടാണ്. മയണൈസോ? അല്ല, വെജിറ്റബിൾ മയണൈസ്, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. എനിക്ക് എന്താ പാസ്ത കണ്ടാ പിന്നെ കണ്ണും മൂക്കും വേറെ ഒന്നിനും ഇല്ല. ആഹാ, കൊള്ളാം കേട്ടോ. ഇത് പാസ്ത ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് സോസിൽ ഉണ്ടാക്കിയേക്കുന്നത്. റെഡ് ആണല്ലേ? റെഡ് ആൻഡ് വൈറ്റ് മിക്സ്ഡ് ആണ്. ഇവിടെ എല്ലാം പരീക്ഷണം. മഷ്റൂം ഉണ്ട്, വേറെ കൈ കിട്ടിയ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം, കഴിക്കട്ടെ അപ്പോ ഐശ്വര്യമായിട്ട്. നന്നായിട്ടുണ്ട്, കൊള്ളാട്ടോ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. പിന്നെന്താ, തരാലോ, മഞ്ജു തരാലോ. ഇത്ര ആഴ്ചക്ക് അതും കൂടി കൊണ്ടുപോയില്ലെങ്കിൽ ഇടി ഉറപ്പാണ്. മഞ്ജുവിന് എന്തായാലും ഒരു ഗുരുത്വം കൊടുക്കണമല്ലോ എന്റെ വക. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ തരാം, നോ പ്രോബ്ലം. ശരത്തെ, ഞാനൊരു കാര്യം ചോദിച്ചോളൂ, സത്യമേ പറയാവുള്ളൂ എന്റെ അടുത്ത്. ഞാൻ സിനിമയിൽ വന്നിട്ട് പേര് മാറ്റിയിട്ടില്ല. ശരത്ത് മാറ്റിയിട്ടുണ്ട്? സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയിലല്ല, ഈ ശരിക്കും പറഞ്ഞ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം മനസ്സിലായി, ആരോ ഒരാള് ചൂണ്ടി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാം പ്രേക്ഷകരോട്. നമ്മുടെ ഒരു ട്രഡീഷൻ, നമ്പൂതിരി ഫാമിലിയാണ്. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ നോർമലി മുത്തശ്ശന്റെ പേര് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ പേരായിരിക്കും പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് മുത്തശ്ശന്റെ പേരായിരിക്കും. അങ്ങനെ എൻ്റെ പേര് വെണ്ണണി മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടുന്നാണ്. കണ്ട, ഞാൻ അങ്ങനെ വിളിക്കട്ടെ? നമ്പൂരിമാര് സംസാരിക്കുന്ന കൂട്ടൊന്ന് വർത്താനം പറയാമോ? താൻ എന്തായി കാണിക്കണേ? താൻ ഇവിടെ വന്ന് നിന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ അങ്ങോട്ട് ഇടുക ഇങ്ങോട്ട് ഇടുക, ഇതൊക്കെ ആവശ്യമുണ്ടോ? ഒരു മാങ്ങ അങ്ങോട്ട് പറിക്കുക, പച്ചമാങ്ങ പറഞ്ഞ് ചേത്തി ഉപ്പിലിട്ടിട്ട് ആ മാങ്ങ വെള്ളരിക്കാൻ കൂടിയിട്ടുള്ള ഒരു കൂട്ടം ഉണ്ടല്ലോ, അതങ്ങോട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി മറക്കില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടോ നാട്ടിലൊക്കെ? നമ്മളിങ്ങനെ ചെല്ലുമ്പോ അങ്ങനെ വർത്താനം പറയോ? മുത്തശ്ശിയുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കസിൻസിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോ അവരെന്നെ ശരത്തേട്ടാന്നല്ല വിളിക്കുക, അവരെന്നെ നാരായണേട്ടാന്ന് വിളിക്കുക. അപ്പൊ പിന്നെ ശരത്ത് നാക്കി ചുമ്മാ അങ്ങനെയല്ല, സ്കൂൾ ഒഫീഷ്യൽ നെയിം അങ്ങനെയാണല്ല, ചുമ്മാ നാരായണ എന്നൊക്കെ ഒന്നുമില്ല. എന്റെ കുഞ്ഞിന്റെ പേര് നാരായണൻ തന്നെ. അതെ, നാരായൺ. അത് അവനായിട്ട് ഇട്ടതാ, ഞങ്ങൾ നാരായണ എന്നാ പേരിട്ടെ. പക്ഷെ അവൻ മാറ്റി, ഇപ്പൊ ഒഫീഷ്യലായിട്ട് റൂഷൻ എന്നാ വിളിക്കുന്നത്, വീട്ടിൽ നാരായണൻ തന്നെ വിളിക്കുന്നത്. അതുകൊണ്ടൊന്ന് ചുമ്മാ അത്രേ ഉള്ളൂ. അപ്പൊ ഏത് പേര് വിളിച്ചാലും നമ്മൾ ഒരു പേരിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് പല പേരുകളുണ്ട്, അതുകൊണ്ട്. അപ്പൊ പിന്നെ പല പേരാകുമ്പോ പല ക്യാരക്ടർ ആവൂലേ ശരത്തെ? ഇല്ലെന്ന്, നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആനിയമ്മ എന്നാണ് കുട്ടികൾ വിളിക്കുന്നത്. അമ്മ അവിടെ എത്തിക്കഴിയുമ്പോ അമ്മ എന്നുള്ള റോളാണ് അല്ലേ? അത് കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോ ആനിമോളെ എന്നല്ല വിളിക്കുക, മോളെ എന്നല്ലേ വിളിക്കുക അല്ലേ? അപ്പൊ അവിടെ നമ്മൾ മോളാണ്. സഹോദരന്റെ അടുത്ത് എത്തുമ്പോ നിങ്ങൾ സഹോദരിയാണ് അല്ലേ? മുത്തശ്ശിയുടെ അടുത്തുമ്പോ നിങ്ങൾ കൊച്ചുമകളാണ്. അപ്പൊ നമുക്ക് ഒരു ലൈഫിൽ ഇപ്പം ഫസ്റ്റ് മൂവ്മെന്റ് ഷാജി സാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. ശരിക്കും ഇത്രയും വലിയ ഡയറക്ഷനൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭാഗ്യമാണ് ഫസ്റ്റ് കിട്ടുന്നത് തന്നെ. അപ്പം അദ്ദേഹത്തുമായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതിന് മുന്നേ സാർ എന്തായിരുന്നെന്നും ഒക്കെ ശരത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു? ഇല്ല. പിറവി എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അതിന്റെ വാല്യൂ ഇന്ന് എനിക്കറിയാം, അന്നറിയാമല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അന്ന് അച്ഛന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വിളിച്ചോണ്ട് പോയി, അത്രേ ഉള്ളൂ. അച്ഛനുണ്ടല്ലോ കൂടെ, പിന്നെ വല്യച്ഛൻ
ഓൾ ഇന്ത്യ റേഡിയോയിൽ ന്യൂസ് റീഡർ ആയിരുന്നു. വെൺമണി വിഷ്ണു എന്ന് പറയും. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം, വാർത്തകൾ വായിക്കുന്ന വെൺമണി വിഷ്ണു എന്ന് പറഞ്ഞ് ഭയങ്കര. അപ്പോൾ വല്യച്ഛനും ആ സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു അച്ഛനുണ്ട്, വല്യച്ഛനുണ്ട്, അപ്പൊ പിന്നെ കൂട്ടത്തിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ സിനിമയിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഷാജി സാറിന്റെയാണ്, അതിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതെന്റെയാണ്. അത് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ കാണിച്ചിരുന്നത്, അതെന്നാ അങ്ങനെ? അതും വളരെ നമുക്ക് സന്തോഷിക്കാവുന്ന, ഇപ്പോൾ പേഴ്സണലി എനിക്ക് സന്തോഷിക്കാം. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് സിറ്റുവേഷൻ കളർഫുൾ അല്ല ആ ഫാമിലിയുടെ. അവരുടെ ഓർമ്മകളാണ് എപ്പോഴും കളർഫുള്ള്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ അദ്ദേഹം ഷൂട്ട് ചെയ്തത്. ആ ഫിലിം കൊണ്ടുവന്നത് ആക്ച്വലി ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ആ സിനിമയ്ക്ക് വേണ്ടി ഈസ്റ്റ്മാൻ കൊഡാക്ക് അവർ സ്പെഷ്യൽ ഉണ്ടാക്കിയ റോൾസ് ആണ്. അതാണ് ഷാജി സാറ് ഇങ്ങോട്ട് വരുത്തിച്ച് എൻ്റെ ബാക്കി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും അഭിനയിച്ച സിനിമ നടനെന്ന് വേണമെങ്കിൽ എനിക്ക് കഴിക്കാം. അത് കഴിഞ്ഞിട്ടേ ഇപ്പം ഫസ്റ്റ് ശരത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ എന്നാ ചെയ്തു? മോനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നു? ഒന്നുമില്ല, അച്ഛൻ ഇടപെടത്തില്ല. കാരണം അതൊക്കെ ഷാജി സാറിനെ ഏൽപ്പിച്ചല്ലോ, പിന്നെ പറഞ്ഞ തരത്തില്ല. പിന്നെ എനിക്ക് വിഷമം തോന്നിയൊരു സംഭവം, അച്ഛൻ മരിക്കുന്ന സീനുണ്ട്, ചേത കൊളുത്തുന്നുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഈ ബ്രാഹ്മിൻ ബോയ് ആയിട്ട് തന്നെയാണ് അതിലും. അപ്പോൾ ഈ ചേത കൊളുത്തി, അപ്പോൾ ആ സൈഡിൽ നോക്കുമ്പോൾ അച്ഛനുണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ലൈഫിൽ 10 കൊല്ലം മുമ്പ് എനിക്കത് റിയലായിട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ അപ്പോഴാണ് നമുക്കത് ഭയങ്കര ഫീൽ ചെയ്യും. കാരണം അതേ ആ സിനിമയിൽ എന്ത് കാണിച്ചിട്ടുണ്ടോ ഇതേപോലെ കർമ്മം ചെയ്യുക, മരിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അസ്ഥി എടുക്കണം. എടുക്കുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് മെമ്മറിലേക്ക് പോയി. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഫീൽ ചെയ്യും. സത്യമാ, അതാ വേണ്ട, ആ ചാപ്റ്റർ വേണ്ട, വേണ്ട. അച്ഛൻ്റെ ഒക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അല്ല എന്ത് ചെയ്യാനാ നമുക്ക്. ശരി. പിന്നെ അച്ഛൻ പിന്നെ എന്നാ പറഞ്ഞു? ഇപ്പൊ ഫസ്റ്റ് അച്ഛൻ്റെ കൂടെ അല്ല അഭിനയിച്ച, സെക്കൻഡ് ഓഫർ എപ്പോഴാണ് വരുന്നത്? അതിൻ്റെ തന്നെ ആർട്ട് ഡയറക്ടറായിരുന്നു പത്മകുമാർ. സമ്മോഹനം എന്നുള്ളൊരു പടം. പിന്നെ ആ 2 സിനിമകളും കണ്ടിട്ടാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി, പത്രം, ദേവദൂതൻ, ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സിനിമകൾ. ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനോട് നന്ദിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഒരു ഇപ്പോൾ അക്കാഡമിക് ലെവലിലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച് നീ വലിയ ഇന്ന ആളാവണം എന്നൊരു റെസ്ട്രിക്ഷൻ എനിക്ക് വെച്ച് തന്നിട്ടില്ല. അത് കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ സ്വയം വളരാനും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം പാരൻസ് തന്നിരുന്നു. ശരത്തിന് ശരിക്കും വലുതാകുമ്പോൾ എന്നാ ആവണം എന്നൊക്കെയായിരുന്നു? എനിക്ക് മ്യൂസിക് തന്നെയായിരുന്നു പാഷൻ. വേറെ ഒന്നുമില്ല. അല്ല ഒരു ഡോക്ടർ അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലൈഫിനെ നമ്മൾ ആ സമയത്ത് ഏറ്റെടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒന്നെങ്കിൽ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം എന്നൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നേ. പക്ഷെ അതൊന്നും നടന്നില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ശരത്തിന് എന്നാ ആവാൻ ഇതൊന്നുമില്ല? മെയിൻലി അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ പോലെ തന്നെ പാട്ടിൽ മ്യൂസിക്കിൽ എനിക്ക് തൊണ്ടയായിട്ട് കിട്ടിയിട്ടില്ല. അച്ഛനെ പോലെ പാട്ട് പാടാനുള്ള ഒരു തൊണ്ട കിട്ടിയിട്ടില്ല. പക്ഷേ മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ അതല്ല, ദൈവത്തിൻ്റെ നിയോഗം ഇതാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഒരു സിനിമയിലേക്ക് അഭിനയിപ്പിക്കാനുള്ള അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. ശരിക്കും ഈ മ്യൂസിക് ഇത്രയും ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അന്നേരം പിന്നെ ഈ അഭിനയിക്കാനായിട്ട് ചൂസ് ചെയ്ത് തന്നെ പിന്നെ ഈ പറഞ്ഞ തൊട്ട് പിന്നെ നമുക്ക് ഇപ്പം ഞാൻ അന്ന് പേഴ്സണലി പറയുകയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് ഓടിയാൽ കുടുംബം പോറ്റാവുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ മൂത്ത മകനാണ് ഞാൻ. ഐ ഷുഡ് സപ്പോർട്ട് മൈ ഫാമിലി. അപ്പോൾ അത് കാരണം പഠിത്തത്തിനോടൊപ്പം തന്നെ അഭിനയത്തിൻ്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സിനിമയെക്കാളും കൂടുതൽ അന്ന് സീരിയൽ ബൂമിങ് പീരീഡായിരുന്നു, ഒരു 1999-2000 പീരീഡിൽ. അപ്പം ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇതിനേക്കാളും സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു എൻട്രി ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യാൻ ചാനൽസോ ന്യൂ കമേഴ്സിന് ഇത്ര ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് എനിക്കൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. നല്ല പേയ്മെൻറ്റ്സ് ആണ്. സിനിമയിൽ അഭിനയിച്ച ആൾക്ക് സീരിയലിൽ നല്ല പേയ്മെന്റ് കിട്ടും അന്നത്തെ കാലത്ത്. അപ്പോൾ ശരിക്കും ശരത്ത് വേറെ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് എൻ്റെ വൈഫ്, ഞാൻ വേറൊരു എൻ്റെ ഫ്രണ്ട് എഴുതിയിട്ട് ഞാൻ മ്യൂസിക് ചെയ്തൊരു വരികളുണ്ട്. അത് ഞാൻ പിന്നെ എൻ്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കല്യാണത്തിന് മുമ്പ് അയച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ. നിറതിങ്കളായി നിൻ പുഞ്ചിരി വിടർന്നു, നിറതിങ്കളായി നിൻ പുഞ്ചിരി വിടർന്നു, നറുതേൻ മലരായി നിൻ മുഖം വിടർന്നു,
നിൻ കവിളിണയിൽ സന്ധ്യതൻ സിന്ദൂരം നിൻ കൂന്തലഴകാലൻ മാനം മയങ്ങി. പറ്റുന്നില്ല. ഇത് തന്നെ ശരിക്കും എനിക്ക് ആ വേർഡ്സ് കേട്ടിട്ട് ശരിക്കും മഞ്ജുവിനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. മഞ്ജൂസ് ലൈക്ക് ഞാനല്ല, പക്ഷെ അല്ല, എന്നാലും ഞാൻ പറയുക മഞ്ജൂസ് ഏകദേശം ലൈക്ക് ദാറ്റ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. നല്ലൊരു വർത്താനത്തിലും ഒക്കെ എന്നെക്കാട്ടിലും നല്ല വർത്താനം പറയും മഞ്ജു. എന്തൊരു സ്നേഹമാണ് നോക്കേ. അതെ ശരത്, എനിക്ക് ഒരു സംശയമുണ്ട്. എന്നാന്നറിയോ, നമ്മുടെ ഈ ഫിലിമിലൊക്കെ ആണെങ്കിൽ ഹീറോയിസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം തരുന്നത് അല്ലേ? അവർക്ക് വേണ്ടി കഥകൾ ഉണ്ടാക്കുക, അവർ അതിന്റെ ഒരു മെയിൻ അല്ലേ? എന്നാൽ സീരിയൽസിലൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ നേരെ തിരിച്ചാ, മൊത്തം ഈ പെണ്ണുങ്ങളെല്ലാം ചെയ്യുന്നതും അല്ലേ? ആണുങ്ങൾക്ക് വേണ്ടി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കോണേഡ് ആവുന്നില്ല ശരത്ത്? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് പക്ഷെ നമ്മളതിൽ കുറ്റം പറഞ്ഞിട്ടോ അതിനെ മാറ്റാൻ നടന്നിട്ടോ ഒന്നും കാര്യമില്ല. ഫസ്റ്റ് തിങ് ബിസിനസ്സാണിത്. ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഒരു 30 to 25% ഉള്ളൂ ഇതിൽ കലാമൂല്യം. ഒരു മനുഷ്യൻ ഏറ്റവും നന്നാവുന്നത് അവന്റെ കർമ്മം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ ശരത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യം, അല്ല ചാരിറ്റി വർക്ക്സോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക്സോ എന്തെങ്കിലും? ഞാൻ പറഞ്ഞിട്ട് അത് പറയാൻ തക്കൊണ്ടൊന്നും ഇല്ല. നമുക്ക് ആ സമയത്ത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു മഞ്ജു ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയാന്ന് എനിക്കറിയാം. മഞ്ജു അങ്ങനെ ചെയ്തില്ലേ? അത് മുടി പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്തു. നമുക്കത് പബ്ലിസിറ്റി കൊടുക്കണം എന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് കാരണം ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് പിന്നെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അവർ തന്നെ പറഞ്ഞു ഇതൊന്ന് പബ്ലിസിറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു വിഗ് ഉണ്ടാക്കണമെങ്കിൽ 5000 മുതൽ 15000 രൂപയാണ് വില. അപ്പോൾ അതൊരു പാവപ്പെട്ട ഫാമിലിയിലെ ഒരു പെൺകുട്ടിക്ക് താങ്ങാനാവില്ല. അവർ പുറത്തിറങ്ങാതെ തലയിൽ മുണ്ടിട്ട് വീട്ടിനകത്തിരിക്കുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വോളണ്ടറിലി നമ്മുടെ മുടി വെറുതെ കളയുന്ന മുടി അത് അവർക്ക് കൊടുത്താൽ ഇപ്പോൾ ആ ലെങ്ത്തിനനുസരിച്ച് 2 പേർക്ക് ലൈഫ് കിട്ടുകയാണ്. അല്ലെങ്കിൽ പുറത്തിറങ്ങി ലോകം ഒന്ന് കാണാമല്ലോ അല്ലേ? ശരിയാ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതും ഈ പറഞ്ഞ പോലെ ശരത്ത് പാടിയതും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലല്ലോ. ഞാൻ പാസ്ത കുറച്ചും കൂടി എടുത്തോട്ടെ. ഇത് മഞ്ജുവിന് കൊണ്ടുപോകാൻ തരിക സ്വാദിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ നമ്മുടെ സിനിമയിൽ മാത്രമല്ല ഈ സെൻസർഷിപ്പിന്റെ പ്രശ്നം വരുന്നുള്ളൂ. ഈ ടെലിവിഷനിൽ വരുന്നുണ്ട്. ഇപ്പം വരണമേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്, സത്യം. കാരണം വെച്ചാൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പല സീരിയലുകളുടെയും പോക്ക്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് എങ്ങനെയെങ്കിലും റേറ്റിംഗ് പിടിക്കുക, ബിസിനസ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് നമ്മളൊരു ശ്രദ്ധ വേണം. കാരണം കുട്ടികൾ, ഇപ്പോൾ ഞാൻ ചില സീരിയൽസൊന്നും എൻ്റെ കുട്ടികളെ കാണിക്കില്ല. നമ്മൾ അഭിനയിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഈ ഡയലോഗ് എന്തിനാണ് പറയുന്നത്. ഡബിൾ മീനിങ് ഉണ്ട്. പിന്നെ ചീത്ത പറയൽ. ഇപ്പോൾ ഒരു ഹിന്ദി സീരിയൽ ഞാൻ നിർത്തിച്ചു. ഒരു ഹിന്ദി സീരിയലിൽ അമ്മായിയമ്മേനെ മരുമകൾ അടിച്ചിട്ട് തല കീഴാക്കി കാലിലിങ്ങനെ, അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി അപ്പം അമ്മച്ചിക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്തു കാണും. അതുകൊണ്ടായിരിക്കും അമ്മച്ചി അങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. പക്ഷേ ഇത് കാണുന്നവരെ ഇതല്ലല്ലോ. എന്നിട്ട് ആരൊക്കെയോ കേസ് കൊടുത്ത് അത് അപ്പോൾ ആ സമയത്ത് അത് ഒഴിവാക്കിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ വല്ലാത്തൊരു, ഇപ്പം മദ്യം വർദ്ധിച്ച പോലെ തന്നെ അതേപോലെ ഒരു കൺട്രോൾ വരുത്തേണ്ട ഒരു സമയം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി. ഇത്രയും ശരത്ത് ഇവിടം വരെ എത്തിയതിന് ഏറ്റവും കൂടുതൽ കടപ്പാടാണ് ദൈവത്തിനോട് മാത്രം. തീർച്ചയായിട്ടും. ഞാൻ അങ്ങോട്ട് ചാൻസ്, സാധാരണ ഒരു ഇൻഡസ്ട്രിയിലൊരു ടെൻഡൻസി അതാണ്, അങ്ങോട്ട് ചാൻസ് ചോദിച്ച് വിളിക്കുക. പക്ഷേ എന്തോ എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം എന്നെ ചാൻസ് അന്വേഷിച്ച് വിളിക്കുന്ന ഒരുപാട് പയ്യന്മാർ ഉണ്ട്. പക്ഷേ ഞാൻ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ അതാണ് ആദ്യം ആലോചിക്കുക. എനിക്ക് എല്ലാവർക്കും ചാൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സൂപ്പർ ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട്, ഇപ്പോൾ ഷാജിയേട്ടനെയൊക്കെ ഞാൻ വിളിച്ചു, ഷാജിയേട്ടാ എന്നോ തുടങ്ങുന്നത് പടം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഞാൻ വിളിക്കത്തില്ല നമുക്ക്. അപ്പോൾ അത് ദൈവം തരുന്ന വർക്ക്. ഞാൻ ദൈവമായിട്ട് എന്നെ ഇൻഡസ്ട്രിയിൽ എത്തിച്ചു. എത്ര കാലം നിർത്തും ശരത്ത്? അപ്പം ഇപ്പം അപ്പാർട്ട് ഫ്രം നമ്മൾ അഭിനയിക്കുവാന്ന് വെച്ചോ, ശരത്തിന് ആ ഡബിങ്ങിലേക്ക് കൂടുതൽ ചാൻസ് വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യോ? ഇല്ല, അത് എപ്പോഴും എൻ്റെ ഒരു സെക്കൻഡറി ആയിരിക്കും. കാരണം ഞാൻ ആസ് എൻ ആക്ടറായിട്ടാണ് ഞാൻ ഫീൽഡിൽ വന്നതും എന്നെ തിരിച്ചറിയുന്നതും അങ്ങനെയാണ്. ഡബിങ് ആർട്ടിസ്റ്റ് ആവണ്ട. ആർക്കെങ്കിലും ഒരു എക്സ്ട്രാ ഡബ് ചെയ്ത് നല്ലൊരു വോയിസ് ആണ് ശരത്തിന്റെ വോയിസ് ഷൂട്ടാണ് ചെയ്തു കൊടുക്കും. ആർക്ക് ചെയ്തപ്പോഴാ അവാർഡ് കിട്ടിയേ? നരേൻ നമ്മുടെ അച്ചുവിന്റെ അമ്മ എന്നുള്ള സിനിമയിൽ. ശരിക്കും ആദ്യം തുടങ്ങിയത് നമ്മൾ എന്നുള്ള സിനിമയിൽ സിദ്ധാർത്ഥിന് വേണ്ടിയിട്ടാണ്. കമൽ സാർ
വിളിച്ച് ലളിത ചേച്ചിയുടെ മോന്. ലളിത ചേച്ചിയുടെ മോന്. ഇനിയുള്ള പ്രോജക്ട്സ് എന്തൊക്കെയാ? ഇനി സീരിയൽസ് തന്നെയാണ് കൂടുതലുള്ളത്. അതുകൂടാതെ നിത്യഹരിത നായകനാവുക. അങ്ങനെയൊന്നുമില്ല, വയസ്സായത് പെൺപിള്ളേർ വളരും തോറും അതൊക്കെ പൊക്കോളും. അതുകൊണ്ട് ഇനി നോക്കാം. പക്ഷെ എനിക്ക് വരില്ല ശരത്തെ, 3 ആൺകുട്ടികളാ. അതിനെന്താ? എനിക്ക് വരില്ല, ഞാൻ യൂത്തിലേക്ക് വന്നോണ്ടിരിക്കല്ലേ. പെൺപിള്ളേർ വളരുന്നത് കാണും തോറും അപ്പന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്തിനാ മനസ്സിനെ വിഷമിക്കുന്ന കാര്യങ്ങൾ? അല്ല, ഇത്രയും പറഞ്ഞപ്പം ശോകഗാനം പാടാനാണോ താല്പര്യം? നല്ല ഉഷാറുള്ള ഒരു പാട്ട് പാടാവൂ. ഇനിയോ പെമ്പിളാരും പറഞ്ഞോണ്ടാണോ? അതുകൊണ്ടല്ല, ഇനി പാടണം. ശരത്ത്, ഞങ്ങളൊക്കെ ഇവിടെ പാട്ട് കേട്ടുകൊണ്ടോ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോ എന്റെ ഇഷ്ടം വിട്ടു, എല്ലാം വിട്ടു. ശരത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട്, ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പാട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിച്ചൊരു പാട്ട് പാടിയോ? പിന്നെ മുന്തിരിച്ചേലുള്ള പെണ്ണേ എൻ ഖൽബിലെ മുത്തിന് പേര് മൊഹബത്ത്. മുന്തിരിച്ചേലുള്ള പെണ്ണേ എൻ ഖൽബിലെ മുത്തിന് പേര് മൊഹബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്. മൊഞ്ചുള്ള മാരൻ്റെ നെഞ്ചിനകത്തൊരു പഞ്ചവർണ്ണ കിളിക്കൂടുണ്ടോ? നിക്കാഹിൻ പന്തലിലൊപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ? എന്റെ ഷോയിൽ വന്ന് സ്പെഷ്യൽ താങ്ക്സ് ശരത്. അത് മാത്രമല്ല, ഇത്രയും നല്ല ഡിഷ് ഉണ്ടാക്കി തന്ന് എന്നെ ഒരു ഗസ്റ്റാക്കി വിളിച്ചതിന് ഞാൻ ആനിയോടും മാത്രമല്ല ടോട്ടൽ അമൃത ടീമിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രേക്ഷകരോടും. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും ഒത്തിരി കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം.